എല്ലാവർക്കും നമസ്കാരം. ഷീബാസ് ബൈറ്റ്സ് ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് തയ്യാറാക്കുന്നത്. ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത്. ഓട്സും ഉഴുന്നും ഒക്കെ ചേർത്തിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് നല്ലൊരു ചട്നിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു ദോശയും ചട്നിയും ഒക്കെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ദോശയും ചട്നിയും ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് 1/4 കപ്പ് ഉഴുന്നുപരിപ്പ് ഞാൻ നല്ലവണ്ണം കഴുകിയതിന് ശേഷം 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതൊന്ന് മിക്സി ജാറിൽ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് 1 കപ്പ് ഓട്സ് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക്, 5-6 ഉള്ളി, ചെറിയ ഉള്ളിയാണ്, കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ഉപ്പും 2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ നല്ലവണ്ണം ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. തൈര് ചേർക്കാതെയും ഈ ദോശ നമുക്ക് ഉണ്ടാക്കാം. തൈര് ചേർക്കുമ്പോൾ ചെറിയൊരു പുളി ഉണ്ടാവും, അപ്പോൾ ഒരു ടേസ്റ്റാണത്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതെടുത്ത് ദോശ ഉണ്ടാക്കാം. കൂടുതൽ സമയം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഉടനെ വേണ്ടവർക്ക് ഉടനെ തന്നെ ചുട്ടെടുക്കുന്നതിനും കുഴപ്പമില്ല. ഒരു ദോശക്കല്ല് നല്ലവണ്ണം ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. എന്നിട്ട് അതിനകത്തേക്ക് 1.5 തവി മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു വശം നല്ലവണ്ണം മൊരിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് തൂത്തതിന് ശേഷം മറിച്ചിടാം. ക്രിസ്പി ആയിട്ട് ദോശ വേണ്ടവർക്ക് ഇതുപോലെ നല്ല കനം കുറച്ച് തന്നെ ചുട്ടെടുക്കാം. അതേസമയം സോഫ്റ്റ് ദോശയാണ് വേണ്ടതെങ്കിൽ വട്ടം കുറച്ചിട്ട് കുറച്ച് കനത്തിൽ പരത്തിയെടുത്താൽ മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ദോശയാണിത്. ഇനിയിപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് നമുക്ക് നല്ലൊരു ചട്നി ഉണ്ടാക്കിയെടുക്കാം. അത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഞാനൊരു 3 തക്കാളിയും 1 സവാളയും എടുത്തിട്ട് നല്ലവണ്ണം അരിഞ്ഞതിന് ശേഷം ഒരു മിക്സി ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഒരുപാട് ഫൈനായിട്ട് അരയണ്ട, എന്നാൽ അരയുകയും വേണം. ഇനി ഒരു പാൻ വെച്ചിട്ട് അത് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നല്ലവണ്ണം ചൂടാവുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും 4-5 ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവയുടെ അളവ് കൂടിപ്പോവരുത്, ചിലപ്പോൾ കയ്പുണ്ടാകും. ഇനി 2-3 ഉള്ളി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വഴന്നു വരുന്ന സമയത്ത് അതിനകത്തേക്ക് നമുക്ക് നല്ലവണ്ണം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിനകത്തേക്ക് പൊടികളൊക്കെ ചേർക്കാം. കുറച്ച് കായം ആദ്യം ഇട്ട് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. വളരെ കുറച്ച് പൊടികൾ മാത്രമാണ് ഇതിൽ നമ്മൾ ചേർക്കുന്നത്. ഇതിന് നല്ലവണ്ണം ഈ പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതുപോലെ നല്ലവണ്ണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചട്നി റെഡിയായി. സാമ്പാറിൻ്റെ ടേസ്റ്റുള്ള തക്കാളി ചട്നി. ഇത് നല്ല ടേസ്റ്റാണ് ഈ ദോശയ്ക്ക് കോമ്പിനേഷനായിട്ട്. ഈ ദോശയ്ക്ക് മാത്രമല്ല, നമ്മൾ നോർമൽ ദോശയ്ക്കുമൊക്കെ ഈ ഒരു ചട്നി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒരുപാട് വിലയുള്ളതാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്